നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം ഒന്നടങ്കം കാത്തിരിക്കുകയാണ് അർജുൻ തിരികെ വരാനായി. പക്ഷേ പ്രതിബന്ധങ്ങൾ ഒരുപാടാണ് ആ തെരച്ചിലിൽ. മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മഴ പെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിക്ക് നടുവിലാണ് കർണാടകയിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയാകുന്നതോടുകൂടി 10 മണി 11 മണി ആകുന്നതോടുകൂടി തെരച്ചിൽ നിർത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ തെരച്ചിൽ നിർത്തരുത്, വീണ്ടും തെരച്ചിൽ നടത്തണമെന്നും 4 ദിവസമായില്ലേ അർജുനെ കാണാതായിട്ടെന്നും ഈ കുടുംബം ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ ആവശ്യം സർക്കാരും കർണാടക സർക്കാരിന് മുന്നിൽ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി ഒരു തരത്തിലും തെരച്ചിൽ നടത്താൻ കഴിയുന്നില്ല എന്നതാണ്. മഴ തന്നെയാണ് ഒരു വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത്. തോരാതെ മഴ പെയ്യുകയാണ്. ഇടയ്ക്കൊന്ന് തോർന്നാലും വീണ്ടും അതിശക്തമായി തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് 2 തവണ കൂടി മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടായി. ഇത്തരത്തിൽ ഒരു മുൾമുനയിൽ നിൽക്കുകയാണ് കർണാടക സർക്കാരും കേരളവും ഉൾപ്പെടെ. അർജുൻ തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരളമുള്ളത്. ആ കുടുംബം അതിലേറെ പ്രതീക്ഷയിലാണ്. കാരണം 2 തവണ അർജുന്റെ ഫോൺ റിങ് ചെയ്തിരുന്നു. അതാണ് നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത്. എങ്കിൽ കൂടിയും ഒരുപാട് പ്രതിബന്ധങ്ങൾ കടക്കേണ്ടതുണ്ട്. ഒരു തരത്തിലും തെരച്ചിൽ ഒരു ഘട്ടത്തിൽ എത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോൾ അവിടെ ഉള്ളത് എന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ഷിലൂരിൽ ദേശീയപാതയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് 2 ദിവസം കർണാടക ഉദ്യോഗസ്ഥർ ഈ തെരച്ചിലിൽ വലിയ വീഴ്ച വരുത്തിയെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. അതിനുള്ള തെളിവുകൾ ഉൾപ്പെടെ അവർ നിരത്തുന്നുമുണ്ട്. ഇന്ന് മാധ്യമങ്ങളിൽ ഇത് വാർത്തയായതോടുകൂടിയാണ് കേരള സർക്കാർ കർണാടക സർക്കാരുമായി നിരന്തരം ഈ വിഷയത്തിൽ ചർച്ച നടത്തുന്നതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ ശക്തമാക്കിയത്. രാത്രിയായതോടുകൂടി തെരച്ചിലും പാതി വഴിയിൽ നിൽക്കുകയാണ്. വലിയ ലൈറ്റ് സിസ്റ്റം ഒക്കെ എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര സഹായം തേടണമെന്ന ആവശ്യം കുടുംബം മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതും കേരള സർക്കാർ കർണാടക സർക്കാരുമായി സംസാരിച്ചു കഴിഞ്ഞു. നിരന്തരം ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വിവരങ്ങൾ ഉടൻ തന്നെ കൈമാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും അർജുൻ അടുത്തേക്ക് എത്താൻ ഇനി എപ്പോൾ കഴിയും എന്നതാണ് ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. രാത്രി 9 മണി വരെ രക്ഷാപ്രവർത്തനം നടത്തുമെന്നായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്. പിന്നീട് തങ്ങൾ ഈ തെരച്ചിൽ അവസാനിപ്പിക്കുമെന്നും നാളെ തുടങ്ങാമെന്നുമാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത്. എന്നാൽ കേരളത്തിന്റെ ഒരു ആവശ്യം മുൻനിർത്തി കുറച്ചുകൂടി സമയം തെരച്ചിൽ നടത്തും എന്ന് തന്നെയുള്ള പ്രതീക്ഷയിലാണ് കുടുംബമുള്ളത്. രാത്രി ആയാലും തെരച്ചിൽ നിർത്തിവെക്കരുത് എന്ന് ഈ കുടുംബം ആവശ്യപ്പെടുകയാണ്. കൂടുതൽ ലൈറ്റുകളൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഇതിന്റെ സഹായത്തോടു കൂടി മഴയുടെ സ്ഥിതി നോക്കിയാകും മണ്ണ് നീക്കൽ ഇനി നടത്തുക. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഷിരൂർ ദേശീയപാതയിൽ അപകടമുണ്ടാകുന്നത്. അർജുന്റെ ലോറി മണ്ണിനടിയിൽ കുടുങ്ങിയെന്ന സംശയത്തിലാണ് ദൗത്യസംഘമുള്ളത്. മണ്ണിനടിയിൽ ലോറി ഉണ്ടോ എന്നറിയാൻ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചാണ് പരിശോധന നടത്തുന്നത്. GPS നോക്കുമ്പോൾ കൃത്യം ഈ സ്ഥലത്ത്, ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്ത് തന്നെയാണ് ഈ ലോറി ഉള്ളത് എന്ന് വ്യക്തമാകുന്നുണ്ട്. കൂടുതൽ സൈന്യം കൂടി ഇറങ്ങി തെരച്ചിൽ നടത്തിയാലേ രക്ഷാദൌത്യം പൂർണ്ണമാകൂ എന്ന് അർജുന്റെ ഭാര്യ സഹോദരൻ ജിതിൻ ഷിരൂരിൽ മാധ്യമങ്ങളോട് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. കൂടുതൽ സംവിധാനങ്ങളോടെ തെരച്ചിൽ ഊർജിതമാക്കണമെന്നും ജിതിൻ ആവശ്യപ്പെടുകയാണ്. കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അപകടം നടന്ന് 4 ദിവസമായിട്ടും ഇന്നാണ് തെരച്ചിലിന് ജീവൻ വെച്ചതെന്ന് അർജുന്റെ കുടുംബം പറയുകയാണ്. അവരൊരു പരാതി പോലെയാണ് ഇത് തുറന്നു പറയുന്നത്. എങ്കിലും മറ്റൊരു ചോദ്യം ഉയരുന്നത്, എന്തുകൊണ്ട് 4 ദിവസമായി ഈ അപകടം ഉണ്ടായിട്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞു. 2 ദിവസം എന്തുകൊണ്ട് ഇത് പുറം ലോകത്തെ അറിയിച്ചില്ല എന്നൊരു ചോദ്യം ആ കുടുംബത്തിന് നേരെ വരികയും അവരതിന് കൃത്യമായ ഉത്തരം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് കർണാടക സർക്കാരുമായി അവർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ചാണ് ഈ കുടുംബം ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. തെരച്ചിൽ നടത്തുകയാണ് എന്നും ഉടൻ തന്നെ കണ്ടെത്താമെന്നും കർണാടകയിലെ ഉദ്യോഗസ്ഥർ കർണാടക സർക്കാർ പറയുന്നതനുസരിച്ചാണ് ഈ കുടുംബം ഇതുവരെ നിന്നിരുന്നത്. വലിയ പ്രതീക്ഷയിലുമായിരുന്നു. എന്നാൽ തെരച്ചിൽ ഒരു തരത്തിലും മുൻപോട്ട് പോകുന്നില്ല എന്ന് വ്യക്തമാകുന്നതോടുകൂടിയാണ് മറ്റ് വഴികൾ തേടുന്നതെന്ന് ഈ കുടുംബം വ്യക്തമാക്കി. അർജുന്റെ ലോറി നദിയിലില്ല എന്ന് വിവരം അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം ഇടയ്ക്ക് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഇനി പുഴയിലേക്ക് അർജുന്റെ ലോറി മറിഞ്ഞിട്ടുണ്ടോ എന്ന്. അത്തരത്തിൽ നേവിയുടെ ഡൈവർമാർ പുഴയിലിറങ്ങി പരിശോധിച്ചു. ലോറി കണ്ടെത്താനായില്ല.
ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയയാണ് ഈ വിവരം മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ലോറിയുടെ GPS ലൊക്കേഷൻ മണ്ണിനടിയിലാണ് ഏറ്റവും ഒടുവിലായി കാണിച്ചിരുന്നത്. നേവി ഡൈവർമാർക്ക് പുറമെ 100 അംഗ NDRF സംഘമാണ് മണ്ണ് നീക്കിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിരിക്കുന്നത്. ADGP R സുരേന്ദ്രയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. അനിശ്ചിതത്വത്തിന്റെയും തീരാസങ്കടങ്ങളുടെയും പെരുമഴയത്താണ് 4ാം ദിവസവും കൈക്കുഞ്ഞടങ്ങിയ അർജുന്റെ കുടുംബം ഉള്ളത്. 2 ദിവസം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം രാവിലെ ഭാര്യ കൃഷ്ണപ്രിയ വിളിച്ചപ്പോൾ ഫോൺ ബെല്ലടിച്ചു. ഇതോടെ പ്രതീക്ഷകൾ ഉയരുകയായിരുന്നു. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആയെങ്കിലും അർജുൻ ഉറപ്പായും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഈ കുടുംബം ഇപ്പോൾ പ്രതീക്ഷയിലാണ്. കേരളവും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. നമുക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു വാർത്ത ഉണ്ടാകട്ടെ, അർജുനെ തിരിച്ചു കിട്ടട്ടെ. ഒരു വലിയ സങ്കടത്തിൽ നിന്നും ഇതുവരെ കരകയറിയിട്ടില്ല മലയാളികൾ. അമേഴഞ്ചാൻ തോട്ടിൽ ജോയി മരിച്ചത് വലിയ ഒരു സങ്കടമാണ്. അതിൻ്റെ ഉള്ളുലഞ്ഞു നിൽക്കുകയാണ്. അതിൽ ആ വേദനയിൽ നിന്ന് കരകയറുന്നതിന് മുൻപാണ് മറ്റൊരു മലയാളിയെ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ മണ്ണിനടിയിലാണോ എവിടെയാണ് എന്ന് പോലും വ്യക്തമല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. എങ്കിലും നമ്മൾ പ്രതീക്ഷ കൈവിടുന്നില്ല. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരികെ വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോ നിമിഷവും മുൻപോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.